നമ്മളിങ്ങനെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഒന്ന് വിമർശിക്കാനായിട്ട് നമ്മുടെ ചില കൂട്ടുകാർ തന്നെ കാണും. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ അല്ലെങ്കിൽ കളിയാക്കി പറയാതെ അവർക്കൊരു സമാധാനം വരാത്ത ചില കൂട്ടുകാരൊക്കെ നമുക്കും ഉണ്ടാവില്ലേ. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവരും എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ, പലതരത്തിലുള്ള ആളുകൾ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ചിലരാണെങ്കിൽ നമ്മുടെ കുറ്റങ്ങളിലേക്ക് മാത്രം നോക്കി, നമ്മുടെ കുറവുകളൊക്കെ മാത്രം നോക്കി ഇങ്ങനെ കളിയാക്കും. നമ്മൾ പുതിയൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെന്നാൽ തന്നെ ചിലരുടെയൊക്കെ മുഖം പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ മുഖം മാറിയാൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്രസ്സ് കൊള്ളാഞ്ഞിട്ടല്ല അവരുടെ മുഖം മാറിയത്. പകരം നല്ല ഡ്രസ്സ് ഇട്ടപ്പം നമുക്ക് ഇച്ചിരി ഭംഗി കൂടി. അപ്പൊ അവരുടെ ഭംഗി ഇത്ര കുറഞ്ഞു, അത് അവരുടെ ഒരു മനസ്സിന് വികലമായ ചിന്തയാണെന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. പിന്നെ നമ്മൾ എത്ര സഹായിച്ചാലും നമുക്കൊരാവശ്യം വന്നാൽ അവരുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. ചിലർക്കൊക്കെ നമ്മൾ ചില ആവശ്യങ്ങളിലൊക്കെ നമ്മൾ ചിലരെ സഹായിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ആവശ്യ സമയത്തൊക്കെ ഇവരും നമ്മുടെ കൂടെ കാണും, നമ്മളെ സഹായിക്കും എന്നൊക്കെ കരുതി നമ്മളെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആ സമയത്തൊന്നും അവരൊന്നും നമ്മുടെ കൂടെ കാണത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. പക്ഷെ നമുക്കറിയാം കൂടെ നിന്നുകൊണ്ട് അവർ നമുക്കിട്ട് നല്ല പണി തരുവാണെന്ന്. പക്ഷേ സാഹചര്യം കൊണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. ചിലരെയൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ട്. ഇവരെയൊക്കെ കൂടെ നിർത്തുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതല്ലെങ്കിൽ ഇവരോടൊക്കെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട്, ഇവരോടൊക്കെ വീണ്ടും വീണ്ടും അവരെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട്, കരുതുന്നത് കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു കുഞ്ഞു കഥ പറയാം. ഒരു ഗ്രാമത്തില് നിറയെ പൂക്കളുള്ള ഒരു മരം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ മരത്തില് ഒരു വള്ളിച്ചെടി പടർന്നു വന്നു. ആദ്യമൊക്കെ ഈ വള്ളിച്ചെടിക്ക് മരത്തിന് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ മരം കുറെ നാളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പൊ ഈ മരത്തിന് ഭയങ്കര സന്തോഷമായി, തന്നിലേക്ക് ഒരു സസ്യം കൂടി വന്നല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം പതുക്കെ പതുക്കെ മരം പൂക്കാൻ തുടങ്ങി. ആ മരം പൂത്തു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയാ. ഈ മരം പൂക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വള്ളിച്ചെടിയും പടരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ വൃക്ഷത്തിന്റെ പൂവുള്ള ഭാഗത്തേക്കൊക്കെ ഈ വള്ളിച്ചെടി ഇങ്ങനെ പടർന്നു കയറാൻ തുടങ്ങിയപ്പോൾ ഈ വള്ളിച്ചെടിയോട് വൃക്ഷം ചോദിച്ചു, നീ ഇങ്ങനെ എന്നിലേക്ക് പടർന്നു കയറിയാൽ എൻ്റെ ഭംഗി ആളുകൾ കാണാതാവും. അതുകൊണ്ട് എൻ്റെ പൂക്കളുള്ള കൊമ്പുകളിലേക്ക് നീ പടർന്നു കയറരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും 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 വള്ളിച്ചെടി ഈ പൂക്കളുള്ള കൊമ്പിലേക്ക് തന്നെ വീണ്ടും പടരാനായിട്ട് തുടങ്ങി. അപ്പോ വൃക്ഷം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എൻ്റെ ഭംഗി ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ വൃക്ഷത്തോട് ഈ വള്ളിച്ചെടി പറയാണ്, നീ ഇങ്ങനെ പൂവിട്ട് ഭംഗിയിൽ നിൽക്കുന്നത് കാണാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതായത് നീ ഇങ്ങനെ അത്ര ഭംഗിയിലൊന്നും നിൽക്കണ്ട, അതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഇല്ലാതാക്കാൻ, നിന്റെ ഈ ഭംഗി ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് ഈ മരത്തോട് വള്ളിച്ചെടി പറഞ്ഞു. ഈ വൃക്ഷത്തിന് ആകെ വിഷമമായി. ഇത്രയും നാളും താന് അഭയം കൊടുത്തൊരു ആള്, താൻ സഹായിച്ചൊരു ഒരു വള്ളിച്ചെടി ഇങ്ങനെ പറഞ്ഞതോട് കൊണ്ട് ഈ വൃക്ഷത്തിന് ആകെ സങ്കടവും വിഷമവും ഒക്കെ ആയി. വൃക്ഷം ആകുന്ന പറഞ്ഞിട്ടും ഈ വള്ളിച്ചെടി അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ പറിച്ചു മാറ്റാനോ ഒന്നും കഴിഞ്ഞില്ല. പൂവിടുന്ന ഭാഗങ്ങളൊക്കെ വാടി വാടി വള്ളിച്ചെടി ഈ വൃക്ഷം അവസാനം ഇല്ലാതാകുകയാണ് ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിലും. നമുക്കൊപ്പം വളരാത്തവർ എപ്പോഴും നമ്മളെ താഴ്ത്താനും നമ്മളെ വിമർശിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരോട് ഒരിക്കലും ശത്രുതയൊന്നും വേണ്ട, അവർക്കൊരകലം കൊടുക്കുക, അവരെ നിർത്തേണ്ടടുത്ത് നിർത്തുക. ചിലരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ നമ്മുടെ ജീവിതം മെച്ചപ്പെടും, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇടം കൊടുക്കും തോറും, നമ്മൾ അവർക്ക് വീണ്ടും വീണ്ടും ഇടം കൊടുക്കും തോറും വീണ്ടും വീണ്ടും നമ്മളെ പറ്റിക്കാനും നമുക്ക് പറ്റിക്കപ്പെടാനും
നമ്മുടെ സമാധാനം കളയാനും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകാനുമുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ ചിലരെ നമ്മുടെ ഒരു കയ്യകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. പിന്നെ ഒരു മോട്ടിവേഷൻ സ്റ്റാറ്റസ് കണ്ടതാണ്. വിജയ് പറയുന്ന ഒരു ഡയലോഗ്. ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നദിയെ ചിലർ പൂവിട്ട് പൂജിക്കുന്നുണ്ട്, ചിലര് ആ നദിയെ ശ്രദ്ധിക്കാത്തവരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രത്യേക സാഹചര്യത്തിലൂടെ നദി ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. കല്ലിലും മുള്ളിലും ഒക്കെ തട്ടി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നദി ഒഴുകി അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. അതാണ് നദിയുടെ ആഗ്രഹം, അതാണ് നദിയുടെ ആവശ്യം. നമ്മളും ഈ നദിയെ നമ്മളായിട്ട് സങ്കല്പിക്കുക. കല്ലിലും മുള്ളിലും ഒക്കെ തട്ടി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നു പോകാനല്ല, അതല്ലെങ്കിൽ നമുക്കൊപ്പം വളരാത്ത ചിലരെ പറ്റി ചിന്തിച്ച് അവർ നമ്മളെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നിന്നു പോകാനല്ല. നമുക്ക് അവരെക്കാളും അല്ലെങ്കിൽ പറയുന്ന ആ വ്യക്തിയെക്കാളും നമ്മളെ പറ്റി പറയുന്നവർ ആളുകൾ കാണും, വിമർശിക്കുന്നവർ കാണും, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ പരിഹസിക്കുന്നവർ കാണും. അവരുടെയൊക്കെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഒരിക്കലും നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ആ ആളിനെ അല്ലെ ആ വ്യക്തിയെ നമുക്ക് ഒരു കൈയകലത്തിൽ, എപ്പോഴും ഒരകലത്തിൽ നിർത്തുക. നമ്മുടെ വളർച്ചയ്ക്ക് കൂട്ടാകുന്നവരെ മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. സോ കീപ് ഡിസ്റ്റൻസ് ഫ്രം സം പീപ്പിൾ.